സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 2 മാസമായിട്ടില്ല. അതിനു മുമ്പ് തന്നെ നിരവധി വിവാദങ്ങൾ നമ്മൾ കണ്ടു കേട്ടു. നയപരമായ നിലപാടുകൾ എടുക്കുന്നതിൽ, നിയമനങ്ങൾ നടത്തുന്നതിൽ BJPക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നതിൽ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 2 മാസത്തിനിടെ തന്നെ എങ്ങോട്ടാണ് സർക്കാർ പോകുന്നത്, എന്താണ് സർക്കാർ നിലപാട് എന്ന് 2 മാസം കൊണ്ട് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഘടകകക്ഷികളോട് അഭിപ്രായം തേടും മാധ്യമപ്രവർത്തകർ. എന്താണ് ഈ സർക്കാരിൻ്റെ നയങ്ങളിൽ താങ്കളുടെ കക്ഷിക്കുള്ള നിലപാട്, അതൃപ്തിയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ചോദിക്കുക രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട്, പ്രത്യേകിച്ച് UDFിൻ്റെ ഘടകകക്ഷികളോട്. അതേ ചോദ്യം തന്നെ PMA സലാമിനോട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു തൃപ്തികരമാണ്, കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുന്നുണ്ട്, ഇതുവരെ ഒന്നുമായിട്ടില്ല, മാർക്കിടാൻ സമയമായിട്ടില്ല. ഇതൊക്കെയാണ് PMA സലാമിൻ്റെ വാക്കുകൾ. PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ അനിഷേധ്യ നേതാവാണ്. അദ്ദേഹത്തോടും ഇതേ ചോദ്യം ചോദിച്ചു മാധ്യമപ്രവർത്തകർ. നിയമനങ്ങൾ വൈകുന്നതിൽ കടുത്ത അതൃപ്തിയുണ്ടെന്നാണോ? എല്ലാ കാര്യങ്ങളിലും മാസം 1-2 തികണതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ കടുത്ത അതൃപ്തി എന്ന് പറഞ്ഞാൽ പിന്നെ അതൃപ്തിക്ക് പിന്നെ എന്ത് പദ പ്രയോഗിക്കുക? കാര്യങ്ങളെല്ലാം ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും ഉന്നതരായ 2 നേതാക്കൾ പറയുന്നത്, PMA സലാമും PK കുഞ്ഞാലിക്കുട്ടിയും. ഇതുവരെ നടന്ന വിവാദങ്ങൾ, അതുണ്ടാക്കിയ ചർച്ചകൾ ഒന്നും മുസ്ലിം ലീഗിനെ അലോസരപ്പെടുത്തിയിട്ടില്ല. മുസ്ലിം ലീഗിന് അതിനെതിരായ ഒരു നിലപാടില്ല. എല്ലാ തീരുമാനങ്ങളും ആലോചിച്ച് എടുത്തതാണ്. ആവശ്യമുള്ളത് UDF നേതാക്കളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് എടുക്കേണ്ടത് ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി BJP സംഘപരിവാർ അനുകൂലിയെ നിയമിച്ചു എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞത്, അതിലും ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല മുസ്ലിം ലീഗ്. നിയമനങ്ങൾ ഏറ്റവും ഒടുവിൽ RSSകാരനെ, സംഘപരിവാറുകാരനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ച വാർത്ത പുറത്തു വന്നപ്പോഴും ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല, ഒരു എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല മുസ്ലിം ലീഗ്. PM ശ്രീ പദ്ധതി എന്തൊക്കെയാണോ നേരത്തെ പറഞ്ഞത് അതെല്ലാം മാറ്റിവെച്ച് U-ടേൺ അടിച്ച് മുന്നോട്ട് പോകുന്നു. മുസ്ലിം ലീഗിൻ്റെ മന്ത്രി തന്നെ, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന N ഷംസുദ്ദീൻ, ഒരു എതിർപ്പുമില്ല, ഒരു പ്രതിഷേധവുമില്ല മുസ്ലിം ലീഗിന്, മുസ്ലിം ലീഗ് നേതാക്കൾക്ക്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ഹിന്ദു ഐക്യവേദി നേതാക്കളുമായി ചർച്ച നടത്തിയത് ചർച്ചയായി വന്നിട്ടുണ്ട്. ഒരക്ഷരം പ്രതികരിക്കാൻ തയ്യാറല്ല മുസ്ലിം ലീഗ് നേതാക്കൾ. അതേപോലെ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിക്കുന്ന വീടുകളുടെ മുന്നിൽ എംബ്ലം പതിക്കാം, അതിലും തെറ്റില്ല എന്ന് പറയുന്ന KM ഷാജി എന്ന മുസ്ലിം ലീഗിൻ്റെ മന്ത്രി. ഇതെല്ലാം നേരത്തെ എതിർത്തതാണ് എന്ന് നോക്കണം. എന്ന് വെച്ചാൽ സർക്കാർ മുന്നോട്ട് പോകുന്നു. വിവാദമായ തീരുമാനവും ഇടയ്ക്കുണ്ടായിട്ടുണ്ട്. UDFിന് മുന്നിലാണ് പ്രശ്നം കിടക്കുന്നത്, വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട്. ഇതിലൊന്നും ഒരു അതിർത്തിയും മുസ്ലിം ലീഗിനില്ല. മുസ്ലിം ലീഗ് എല്ലാ പിന്തുണയും ഈ സർക്കാരിന് നൽകുന്നു, മുഖ്യമന്ത്രിക്ക് നൽകുന്നു എന്നാണ് നേതാക്കൾ പറയുന്നത്. എന്തായാലും മുസ്ലിം ലീഗ് അടിയുറച്ച് നിൽക്കട്ടെ UDFിനോടൊപ്പം, അതിൽ യാതൊരു തർക്കവുമില്ല. VD സതീശനെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരും ഉണ്ടാകും. പക്ഷേ അണികൾ എവിടെ നിൽക്കും? ഇതിനകം തന്നെ സംസ്ഥാന രംഗത്ത് വന്നു, നിയമനങ്ങളിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല എന്ന നിർദ്ദേശം വന്നു. സംഘപരിവാറുകാർക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നു ഈ സർക്കാർ, സംഘപരിവാറിൻ്റെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന തോന്നലുണ്ടാക്കുന്നു തുടങ്ങിയ ചർച്ചകൾ സമസ്തയിലടക്കം ഉയർന്നു വന്ന് കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നു. മുസ്ലിം സമുദായ സംഘടനകൾക്ക് ഇടയിൽ, UDFിനെ അകമഴിഞ്ഞ് പിന്തുണച്ചവർക്ക് ഇടയിൽ. മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന നേതാക്കൾ തന്നെ, സംസ്ഥയുടെ നേതാക്കൾ തന്നെ പരസ്യമായി സർക്കാരിനെതിരെ ഇതെല്ലാം UDF ചർച്ച ചെയ്യണം എന്ന നിലപാടിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് മുസ്ലിം ലീഗ് എല്ലാം തൃപ്തികരമാണ് എന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും സമയമായില്ല എന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നത്. ഉചിതമായ സമയം വരും പ്രതികരിക്കാൻ എന്നാണോ മുസ്ലിം ലീഗ് നേതാക്കൾ ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിലും സംശയമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, മുഖ്യമന്ത്രിയുടെ വഴിക്കാണ്, മന്ത്രിമാരുടെ വഴിക്കാണ്. ഒരു ഏകോപനം തീരെ ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം തുടങ്ങിയതിലേ ഉള്ളൂ, എല്ലാം ഒന്ന് പഠിച്ചു വരാൻ സമയമെടുക്കും എന്ന മറുപടിയാണ് മുസ്ലിം ലീഗ് നേതാക്കളും അതോടൊപ്പം തന്നെ വിവിധ ഘടകകക്ഷി നേതാക്കളും പറയുന്നത്. എന്നിരുന്നാലും മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പരസ്യമായി പറയുന്നില്ല എങ്കിലും ഘടകകക്ഷി നേതാക്കൾക്കിടയിൽ ഒരു അതൃപ്തി പുകയുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വകാര്യ സംഭാഷണങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നു, ഘടകകക്ഷിയുടെ നേതാക്കൾ
നേതാക്കൾ പറയുന്നു ആർക്കും ഈ സർക്കാരിൻ്റെ പോക്കിൽ തൃപ്തിയില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർ ഘടകകക്ഷി നേതാക്കളോട്, മുസ്ലിം ലീഗ് അടക്കമുള്ള UDFന്റെ ഘടകകക്ഷി നേതാക്കളോട് തൃപ്തിയുണ്ടോ ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ എന്ന ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്.